നമ്മുടെ കൺട്രിയിൽ മാത്രമല്ല എബ്രോഡും ഡേറ്റ അനലിറ്റിക്സിന് ഓപ്പർച്യൂണിറ്റീസ് നല്ല കൂടുതലാണ് റീസെൻ്റ് ആയിട്ട്. അതെന്താ ഇത്ര ഒരു പെട്ടെന്നൊരു റീസെൻറ്റ് പുഷ് വന്ന ഈ ഒരു കരിയറിൽ? ഇപ്പം എല്ലാവരും ഫോക്കസ് ചെയ്യണത് ഒരു ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിങ്ങിലോട്ടാണ്. റൈറ്റ്, ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ കളക്ട് ചെയ്യുക, ഡേറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ള സംഭവം. ഇപ്പം ഞാനൊരു ഇന്ത്യയുടെ ഒരു കാര്യം മാത്രം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ റൈറ്റ് നൗ നമ്മളാണ് വേൾഡിലെ 33% ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻസ് ആണ്. ബട്ട് അതിൽ ഒരു 3% മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഡേറ്റയും പോകുന്നത് എബ്രോഡിലോട്ടാണ്, സ്റ്റോറേജ് പോകുന്നത്. സോ ഈ ഡേറ്റ പോയി കഴിഞ്ഞാൽ അതിനകത്തു നിന്നാണ് ഈ ജോബ് ഓപ്പണിങ്സ് ഒക്കെ വരുന്നത്, ഈ ഒരു ബേസ് ഡേറ്റ. ജോബ് ഓപ്പണിങ്സ് അല്ല, ഓരോ ബിസിനസ് വളരാനായിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ഒരു കണ്ടന്റ് വേണം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. ആ ഡിസിഷൻ മേക്കിംഗ് വരുന്നത് പല ഡേറ്റയും അനലൈസ് ചെയ്തിട്ടാണ് ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം തുടങ്ങും. ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഏറ്റവും കൂടുതൽ ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഡേറ്റ ഡ്രിവൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവർ ചെയ്യുന്നത്, ITR ഫയൽ ചെയ്യാൻ. സോ ഈവൻ ഗവൺമെൻറ്റ്സ് ആർ ഫോക്കസിങ് ഓൺ ടു റിസ്ക് മാനേജ്മെൻറ്റ് പാർട്ട്, റൈറ്റ്. സോ ഇതിനെല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരു ദിവസം മൊബൈൽ യൂസ് ചെയ്യണ എത്ര സ്ക്രീൻ ടൈം ഉണ്ട്, ഞാൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞാനൊരു പർച്ചേസ്, ഞാൻ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് പർച്ചേസ് ചെയ്യണത്, അതിൻ്റെ ഒരു റേറ്റ് ഇങ്ങനെയായിരിക്കും, അതെല്ലാം ഒരു കമ്പനിക്ക് അത് ഡേറ്റയാണ്. ഡിസിഷൻ മേക്കിംഗ് ഇനി എല്ലാം ബേസ്ഡ് ഓൺ ഡേറ്റ ആയിരിക്കും. ആൻഡ് ആ ഡേറ്റ എല്ലാം ലൈക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് സോർട്ട് ചെയ്യുന്നത്, ദീസ് ഓൾ പൊസിഷൻസ് ഒക്കെ ഔട്ട് ബൈ ഡേറ്റ അനലിറ്റിക്സ് ഓർ ഡേറ്റ അനലിസ്റ്റ്. ആ ഒരു പൊസിഷനുള്ള ആൾക്കാരായിരിക്കും ഈ ജോബ് ചെയ്യുന്നത്. ഡേറ്റ അനാലിറ്റിക്സ് ബേസിക്കലി ഒരു 5 ടൂൾസ് ആണ്. ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാൻ പറ്റും എളുപ്പത്തിന്. ഈ 5 ടൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഡേറ്റ നിങ്ങൾക്ക് സുഖമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഒരു കോഴ്സിൽ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 5 ടൂളാണ് പഠിപ്പിക്കുന്നത് ബേസിക്കലി. 5 ടൂൾസ് പ്രോഗ്രാമിംഗ് ടൂൾസ് വരും, പൈത്തൺ, SQL. ഇപ്പം റൈറ്റ് നൗ 48% എന്താ പറയുക, ബിസിനസ് ലീഡേഴ്സ് നോക്കുന്ന സ്കിൽ എന്ന് ചോദിച്ചാൽ പ്രോഗ്രാമിംഗ് ആൻഡ് SQL സ്കിൽസ് ആണ്. അതിലവർ നോക്കുന്ന പൈത്തൺ ലാംഗ്വേജും SQL ആണ്. ഈ രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ 49% ലീഡേഴ്സ് ആർ പ്രിഫറിങ് ടു ഹയർ യു. 2025 ഓർ 26 ടെക്കിലോട്ട് അപ്ഡേറ്റ് ഓർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡെഫിനറ്റ്ലി. ഞാനൊരു റീസെൻറ്റ് നാസ്കോമിൻ്റെ ഒരു സർവേ റിപ്പോർട്ട് പറയണത് 2026 എൻഡിങ് 27 ദ റിക്വയർമെൻറ്റ് ഫോർ ഇന്ത്യൻ AI പ്രൊഫഷണൽസ് വുഡ് ബി 12.5 lakhs എന്നാണ്. റൈറ്റ് നൗ നമുക്കുള്ളത് വെറും 3.25 lakhs ആണ്. അത്രയധികം ജോബ് ഓപ്പണിങ്സ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. ഈ 12.5 lakh ജോബ് ഓപ്പണിങ്സ് എന്ന് പറയുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സിലും ഇത് തന്നെ വേണം. സോ ഇറ്റ് ക്യാൻ ബി അറൌണ്ട് 20-25 lakhs പീപ്പിൾ ഹു നോസ് ഡേറ്റ അനാലിറ്റിക്കൽ ടൂൾസ് ഓർ സ്കിൽ സെറ്റ്. സോ യു ആർ സജസ്റ്റിംഗ് ഇപ്പോഴേ ഇത് പഠിച്ചു വെച്ചാൽ വി വോണ്ട് ബി ഇൻ ദ റേസ്, വി വിൽ ബി അഹെഡ് ഓഫ് ദ റേസ് 2027. അഹെഡ് ഓഫ് ദ റേസ് ഞാൻ പറയില്ല. റേസിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ പോലും യു ഷുഡ് നോ ഡേറ്റ അനാലിറ്റിക്സ്. യു കനോട്ട് ബി അഹെഡ് ഓഫ് ഇറ്റ്, യു കനോട്ട് ബി വിത്തിൻ ഇറ്റ്. നിങ്ങൾക്ക് നാളത്തെ മാർക്കറ്റിൽ ജോബ് റെഡി ആവണം, ഇല്ലെങ്കിൽ നാളത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ പോലും യു ഹാവ് ടു നോ ദിസ് ബേസിക് സ്കിൽസ്. മാൻഡേറ്ററി ആണ്. See, what I've seen, we are like blessed to be a part of this era where AI is coming in. So 2025 or 24 വരെയുള്ള ജോബ് റോൾസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2026 നമ്മളൊരു പുതിയ സെഗ്മെന്റ് ഓഫ് ജോബ്സിന് കാണാൻ പോവാണ്. സോ വാട്ട് വിൽ ദാറ്റ് ഗോ ടു? എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇപ്പം എവ്രിവെയർ നമ്മൾ കേൾക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് 45-60 lakhs പാക്കേജ് വരുന്നു, രണ്ടാം സൈഡ് ലേ ഓഫ് നടക്കുന്നു, റൈറ്റ്. ഇത് രണ്ടിൻ്റെയും ഒരു ഇടയ്ക്കുള്ള സെഗ്മെൻ്റ് ആണ് വെദർ യു ആർ ഗെറ്റിംഗ് അപ്സ്കിൽഡ് ഓർ നോട്ട്. സോ റൈറ്റ് നൗ ഇപ്പം ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിറ്റിക്സ് ഇതാണ് ഒരു ബൂമിംഗ് ആയിട്ടുള്ള സെക്ടറാണ്. ഇപ്പം നിങ്ങൾ ബൈ ഡിഫോൾട്ട് നിങ്ങളിത് പഠിച്ചിരിക്കണം എന്നൊരു സംഭവമാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോബിലോട്ട് പോകാൻ പാടായിരിക്കും. അഥവാ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ പോലും ഒരു 10-12 years എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നല്ലൊരു പൊസിഷനിലിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ അനാലിറ്റിക്കൽ ടൂൾസ് അറിഞ്ഞൂടെങ്കിൽ യു വോണ്ട് ബി സർവൈവിങ് ഇൻ ദ മാർക്കറ്റ്. യു വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ബൈ ദ പീപ്പിൾ ഹു ആർ ലെസ് എക്സ്പീരിയൻസ്ഡ് ദാൻ യു. ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഈസിലി ഈ ടൂൾസ് പഠിച്ച് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ യു വിൽ ബി ഈസിലി റീപ്ലേസ് ബൈ ദ പീപ്പിൾ ഹു ഹാവ് മോർ നോളജ് ഇൻ AI ഓർ ഈ ടൂൾസിൽ. മോർ നോളജ് അല്ല, ടൂൾസ് അറിയാന്നുള്ള ആൾക്കാരായാലും മതി. റൈറ്റ് നൗ നമ്മളിപ്പം ഇതിലൊരു കമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18% ആണ് ഒരു കമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് വേണം ഡേറ്റ റിലേറ്റഡ് അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ. ഇൻ ലാസ്റ്റ് 1 year ഒരു ഗ്രോത്ത് വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് എല്ലാം ഇപ്പം റീസെൻ്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മൾ ശാന്തി ബില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്, റൈറ്റ്. അത് ശാന്തി ബില്ല് എന്താണ്? നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എല്ലാം പ്രൈവറ്റൈസേഷൻ ആവുകയാണ്. ആ പ്രൈവറ്റൈസേഷൻ അവിടെ വരുമ്പോഴും ഏറ്റവും കൂടുതൽ
അവിടെ സെൻസേഴ്സും അവിടെ എന്ന് വെച്ചാൽ ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട് ന്യൂക്ലിയർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം AI റിലേറ്റഡ് ആയിട്ട്, കാരണം ഗവൺമെൻറ് മോണിറ്റർ ചെയ്യണം, പ്രൈവറ്റ് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇത്രയും ഡേറ്റയും ഇത്രയും കാര്യങ്ങളും എല്ലാം ചെയ്യണമെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആയിരിക്കും വരാൻ പോകുന്നത്. അത് സപ്പോർട്ടിങ് പ്രോജക്ട്സ് ആയാലോ. അപ്പോൾ നിങ്ങൾക്ക് ജോബ് ഡിമാൻഡും അതിൽ തന്നെയാണ് കൂടുതൽ വരുന്നത്, നിങ്ങൾക്കുള്ള റിക്വയർമെൻറ്റ്സും AI തന്നെയാണ്. AI ടൂൾസ് അറിയിക്കണം, ഞാൻ പറയുന്നില്ല നിങ്ങൾ എല്ലാം പഠിക്കണം എന്നുള്ളത്. നിങ്ങൾ പവർ BI പഠിക്കൂ, ഇല്ലെങ്കിൽ പൈത്തൺ പഠിക്കൂ, ഏതെങ്കിലും ഒരു ടൂൾ പഠിച്ചാലും മതി, എല്ലാം പഠിക്കണമെന്നില്ല. സി മാർക്കറ്റിൽ വി ക്യാൻ സി ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഓഫറിങ് ദിസ് സർവീസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണ് ഒരു സ്റ്റുഡൻറ്റ് നോക്കുമ്പോൾ? ശരി, ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചാലും സ്വന്തമായിട്ട് പഠിച്ചാലും നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതാണ്. വിച്ച് പർട്ടിക്കുലർ കമ്പനി യു ആർ ടാർഗറ്റിംഗ് ആണോ അതോ വിച്ച് കരിയർ ഗ്രോത്ത് അങ്ങനെയാണോ? ഇല്ല. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ സ്വിച്ചിങ് ഫ്രം ഡിഫറെൻറ്റ് കരിയേഴ്സ്. അപ്പോൾ അവർക്ക് സ്വിച്ച് ആയാലും ഒന്നേ ഞാനിപ്പോൾ 5 years എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ബിസിനസ് ഡെവലപ്മെൻറ്റോ ഫിനാൻസോ മേഖലയിൽ നിന്നാണ്. ബട്ട് ഈ ഒരു സംഭവം എല്ലാവരും വിചാരിക്കും ഡേറ്റ അനലിറ്റിക്സ് പുതിയൊരു ജോബ് റോൾ ആണെന്നുള്ളത്. അല്ല, നിങ്ങളെ എക്സിസ്റ്റിംഗ് ജോബ് റോൾ തന്നെ ഒരു ലെയറാണ് അത് ആഡ് ഓൺ ആവുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലാസ്റ്റ് ഒരു 5 years കൊണ്ട് വർക്ക് നിങ്ങൾക്ക് 1 year'നകത്ത് നിങ്ങൾക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഡേറ്റ അനലിറ്റിക്കൽ ടൂൾസ് ഈസ് ഹെൽപ്പിംഗ് യു ടു ജസ്റ്റ് ഇംപ്രൂവൈസ് ഓൺ യുവർ കറണ്ട് ജോബ് റോൾ. ഒരു ബെറ്റർ ടെർമിനോളജി വന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ബിസിനസ് ഡെവലപ്പർ റെപ്രസെൻറ്റേറ്റീവ് ആകുമ്പോൾ അവിടെ സെയിൽസ് സ്ട്രാറ്റജിസ്റ്റായി. ഒരു IT ടെർമിനോളജി അവിടെ വന്നു, ഒരു IT ഡെസിഗ്നേഷൻ വന്നു. ഡെഫിനറ്റ്ലി സാലറി സ്ട്രക്ചർ ഒരു 3x 4x ഗ്രോത്ത് ആവുന്നുണ്ട് അവിടെ. ഞാൻ ലാസ്റ്റ് വീക്ക് കേട്ടൊരു കാര്യമാണ്, 6 വർഷം ഗ്യാപ്പുള്ള ഒരാൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് മെറ്റ ഡെവലപ്പർ വിങ്ങിലാണ്. അതെന്താ സംഭവം? അത് എൻ്റെ ഒരു ക്ലൈൻ്റ് ആണ്. പുള്ളിക്കാരൻ 2016 BTech മെക്കാനിക്കൽ പാസ് ഔട്ട് ആയ ആളാണ്. 6 years ഹി വാസ് പ്രിപ്പയറിങ് ഫോർ UPSC എക്സാമിനേഷൻ. അപ്പം ഒരു 6 years കഴിഞ്ഞപ്പോൾ ഹി റിയലൈസ് ദാറ്റ് അത് പറ്റുന്നില്ല, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ ഡെഫിനറ്റ്ലി ഒരു റിലേറ്റീവ്സിൻ്റെ സപ്പോർട്ടും പാരൻസ് സപ്പോർട്ടും നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി സെറ്റിലായി. 6 years ഇസ് എ ഹ്യൂജ്, റൈറ്റ്? സോ അങ്ങനെ പുള്ളിക്കാരൻ എടുത്തൊരു ഫസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ടു സ്റ്റാർട്ട് വിത്ത് ഡേറ്റ അനലിറ്റിക്സ്. എപ്പോൾ അല്ല, ഡേറ്റ അനലിറ്റിക്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് പുള്ളിക്കാരൻ ഇത് പഠിക്കാൻ തുടങ്ങിയത്. സോ അവിടെ ദ ഫസ്റ്റ് ജോബ് ദാറ്റ് ഹി ഗോട്ട് വാസ് 12.5 LPA. ഫസ്റ്റ് ജോബ് വിത്തിൻ 9 months പുള്ളിക്കാരൻ സെക്കൻഡ് പ്രൊഫൈലിലോട്ട് മാറി ആസ് എ സീനിയർ ഡേറ്റ അനലിസ്റ്റ് വിത്ത് എ പാക്കേജ് ഓഫ് 18 LPA. ആൻഡ് റൈറ്റ് നൗ ഹി ഈസ് വർക്കിംഗ് ഇൻ മെറ്റ ആസ് എ ഡേറ്റ സയൻറ്റിസ്റ്റ് with a package of 24 LPA. See, what I feel is that our career jump is very fast, I think, for these roles. Compare ചെയ്യുമ്പോൾ if it's I'm not criticizing government jobs, but the journey from being a UD clerk to a junior superintendent is very long. It takes like 12-15 years. But for data positions I've seen there is a huge scale up. പെട്ടെന്ന് തന്നെ ആൾക്കാർ LPA wise and position wise മാറുന്നുണ്ട്. അതെന്ന് ചോദിച്ചാൽ എവറി കൺട്രി ഹാസ് എ ഗ്രോത്ത്. റൈറ്റ് നൗ ഇന്ത്യയിൽ AI ഗ്രോത്ത് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ഒരു 1 to 2 I will say 2023 ജസ്റ്റ് സ്റ്റാർട്ടഡ്. എപ്പോഴും നമ്മൾ ആ ഒരു ഗ്രോയിങ് ഗ്രാഫിലാണ്. There are good companies but we are just growing. We are just not good companies എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഗ്രാഫ് ഇസ് സ്റ്റിൽ ഇൻ ദിസ് പർട്ടിക്കുലർ മാനർ. ഇത് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെ കയറാൻ പറ്റും. ഇപ്പം എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസ് 2027 ഒക്കെ എത്തുമ്പോൾ they will be in senior positions, right? സീനിയർ പൊസിഷൻസ് ഇല്ല, ബെറ്റർ പേ സ്കെയിൽ. I won't say positions matters in data analytics. Only pay scale matter. നിങ്ങൾ ഒരു കമ്പനിയിൽ if they are paying you 12 LPA, the other company is ready to pay you 20 LPA. അത് നിങ്ങൾക്ക് 1 year 2 year എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. വിത്തിൻ 6 months നിങ്ങളത് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് നമ്പർ ഓഫ് പ്രോജക്ട്സ് ദാറ്റ് യു വർക്കിംഗ് ഓൺ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗ്രോ ഇൻ ടു. So it is tool based knowledge ജഡ്ജ് ചെയ്യുന്നത് കമ്പനീസ് ആയാലും. ടൂൾസ് നിങ്ങൾക്ക് അറിയാം, പക്ഷേ ആ ടൂൾസ് ഹൗ യു യൂസ് ദ ടൂൾസ് വിത്ത് റെസ്പെക്ട് ടു പ്രോബ്ലം സോൾവിംഗ് ദാറ്റ് മാറ്റേഴ്സ് മോസ്റ്റ്. Like a case study for rather than ഒരു resume or a portfolio, it would be a case study that defines you. ഒരു എക്സ്പീരിയൻസ് ലെവലിലോട്ട് പോകുമ്പോൾ അതെ, നിങ്ങൾക്ക് എത്രമാത്രം പ്രോജക്ട്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുള്ളതാണ്. I come from a marketing background. അപ്പം എനിക്ക് ഡേറ്റ അനലിറ്റിക്സ് കൊണ്ട് എങ്ങനെ യൂസ് വരും? സോ ലെറ്റ്സ് സേ ഇപ്പം ഏറ്റവും കൂടുതൽ ഡേറ്റ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്, സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ബ്രാൻഡ് മാർക്കറ്റിംഗ് ആയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടുപിടിക്കണമെങ്കിലും റൈറ്റ് സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കൊണ്ടുവരണമെങ്കിലും ഇതിലെല്ലാം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഡേറ്റയാണ്. സോ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടും ഡേറ്റ അനലിറ്റിക്സിനെ ചേർക്കുകയാണെങ്കിൽ you will get an exact solution of where you have to focus, which particular audience you have to target. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡേറ്റ അനലിറ്റിക്സും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും, റൈറ്റ് നോ. ഇപ്പം ആബിദ് എല്ലാം ചെയ്യുന്നത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ബട്ട് ഇവിടെ ഡേറ്റ അനലിറ്റിക്സ് വരുമ്പോൾ ആബിദിൻ്റെ എക്സ്പീരിയൻസ് 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് ദ ഡേറ്റ നോളജ് വിച്ച് ക്യാൻ ബി എന്താ പറയുക ആംപ്ലിഫൈഡ് യൂസിങ് എ ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ്. So growth will be very fast compared to a person without data. ഡെഫിനറ്റ്ലി.
ഇപ്പം ഇന്നത്തെ കാലത്ത് AI ടൂൾ അറിയാത്ത ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പാടാണ്. എവറി കമ്പനി ഈസ് ആസ്കിങ് വെദർ യു നോ എനി പർട്ടിക്കുലർ AI ടൂൾ. ഞാൻ ChatGPT, ഇഫ് എ പേഴ്സൺ നോസ് ഹൗ ടു യൂസ് ChatGPT വെരി പെർഫെക്റ്റ്ലി, ഹി ഈസ് ഓൾസോ AI പേഴ്സൺ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ.